എന്താണ് യഥാർത്ഥ ബ്യൂട്ടി സ്റ്റാൻഡേർഡ്? നമ്മൾ ഓരോരുത്തർക്കും ഈ ബ്യൂട്ടിയുടെ സങ്കല്പം ഡിഫറെൻ്റ് ആണ്. ചില ആളുകൾക്ക് മെലിഞ്ഞിരിക്കുന്നതായിരിക്കും ഇഷ്ടം, ചില ആളുകൾക്ക് വണ്ണം വെച്ചിരിക്കുന്നതായിരിക്കും ഇഷ്ടം, ചില ആളുകൾക്ക് ഭയങ്കര മസ്കുലർ ആയിട്ടിരിക്കുന്നതായിരിക്കും ഇഷ്ടം, ചില ആളുകൾക്ക് താടി മീശ ഉള്ളതായിരിക്കും ബ്യൂട്ടി, ചില ആളുകൾക്ക് മീശ മാത്രമുള്ളതായിരിക്കും ബ്യൂട്ടി, ചില ആളുകൾക്ക് ഇതൊന്നുമല്ല, അവർ ഡ്രസ്സ് ഇടുന്ന രീതിയിലായിരിക്കും അവർ ബ്യൂട്ടി കാണുന്നത്. അങ്ങനെ ഓരോ ഇൻഡിവിജ്വലും ഈ ബ്യൂട്ടിയെ കാണുന്ന പല രീതികളിലാണ്. പക്ഷേ ഓരോ സമൂഹത്തിൻ്റെയും ബ്യൂട്ടി സ്റ്റാൻഡേർഡ് ഓരോ കാലഘട്ടം വെച്ച് മാറിക്കൊണ്ടിരിക്കും. ഈ ചേഞ്ചസ് നമുക്ക് അഡ്വർടൈസ്മെന്റിൽ നിന്നും മൂവീസിൽ നിന്നും അങ്ങനെ സീരീസിൽ നിന്നും അങ്ങനെ പല എന്റർടൈൻമെന്റ് വഴികളിലൂടെ നമുക്ക് ഇതൊക്കെ അറിയാൻ സാധിക്കും. ഇപ്പം കേരളത്തിലെ ബ്യൂട്ടി സ്റ്റാൻഡേർഡ് ആയിരിക്കത്തില്ല തമിഴ്നാട്ടിലെ ബ്യൂട്ടി സ്റ്റാൻഡേർഡ്. ഇപ്പം ഈ സൗത്ത് ഇന്ത്യയിലെ ബ്യൂട്ടി സ്റ്റാൻഡേർഡ് ആയിരിക്കത്തില്ല നോർത്ത് ഇന്ത്യയിലെ ബ്യൂട്ടി സ്റ്റാൻഡേർഡ്. ചിലപ്പം ഇന്ത്യയിലെ ബ്യൂട്ടി സ്റ്റാൻഡേർഡ് വേറെ ആയിരിക്കും, US-ലെ ബ്യൂട്ടി സ്റ്റാൻഡേർഡ് വേറെ ആയിരിക്കും. ഒരു 20-15 വർഷം മുന്നേ നമ്മുടെ ഇവിടുത്തെ ബ്യൂട്ടി സ്റ്റാൻഡേർഡ് എന്ന് വെച്ചാൽ ഈ ആണുങ്ങൾക്ക് മീശ മാത്രം വെച്ചിട്ട് ബാക്കി അത്യാവശ്യം ഈ ഇടില് പോലത്തെ വണ്ണമുള്ള കവിളും അത്യാവശ്യം വണ്ണമുള്ള ശരീരം, ഭയങ്കര വണ്ണമല്ല, അത്യാവശ്യം ഒരു വണ്ണമുള്ള ശരീരം, അങ്ങനത്തേക്ക് ഒരു ഇതിലാണ് ഈ കേരളത്തിലെ ഒരു ബ്യൂട്ടി സ്റ്റാൻഡേർഡ് ഒരു ആണുങ്ങളിൽ കണ്ടിരുന്നത്. പക്ഷെ അന്നത്തെക്കാളും ഇന്ന് ഈ ബ്യൂട്ടി സ്റ്റാൻഡേർഡിൽ ചെറിയ മാറ്റം വന്നത്തുള്ളൂ. ഈ കൂട്ടത്തിൽ ഒരു താടിയും കൂടി വന്നു, അത്രേ ഉള്ളൂ ഇപ്പോൾ ഒരു വ്യത്യാസം വന്നുള്ളൂ. പക്ഷെ നമ്മൾ ഒരു ഇന്റർനാഷണൽ ഒരു ഗ്ലോബൽ റേഞ്ചിൽ നമ്മൾ എടുക്കുകയാണെങ്കിൽ ഏറ്റവും ഇതായിട്ടുള്ള ബ്യൂട്ടി സ്റ്റാൻഡേർഡ് എന്ന് വെച്ചാൽ ഒരു ഹണ്ടർ ഗ്യാദർ ബോഡിയാണ്, ഒരു ലീൻ ഫിറ്റ് ആയിട്ടുള്ള ബോഡിയാണ്. അതാണ് നമ്മൾ ഈ ജോക്കിയുടെ അഡ്വർടൈസ്മെന്റിലും കാണുന്നത്. നമ്മൾ ഇപ്പം ഇന്റർനാഷണൽ ആയിട്ടുള്ള ഏത് ബ്രാൻഡ് എടുത്താലും, ഇപ്പം ആഡിഡാസ് ആണെങ്കിലും പ്യൂമ ആണെങ്കിലും റീബോക്ക് ആണെങ്കിലും അങ്ങനെ ഏത് ഇന്റർനാഷണൽ ബ്രാൻഡ് എടുത്താലും അവർ അഡ്വർടൈസ്മെന്റ് ചെയ്യുന്നത് പക്ക ആത്ലറ്റ്സിനെ വെച്ചാണ്. അപ്പം ഈ ആത്ലറ്റ്സിന്റെ ബോഡി എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ പറഞ്ഞ പോലെ ഒരു പക്ക ഒരു ഹണ്ടർ ഗ്യാദർ ബോഡിയാണ്. അപ്പോൾ ഒരു ഇന്റർനാഷണൽ സ്കെയിലിൽ നമ്മൾ നോക്കുമ്പം എല്ലാവരും അട്രാക്ട് ചെയ്യുന്നത് ഇങ്ങനെ ഒരു ലീൻ ഫിറ്റ് ആയിട്ടുള്ള ഒരു ഹണ്ടർ ഗ്യാദർ ബോഡിയാണ്. നമ്മൾ കേരളത്തിൽ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടാകും ഒരു മീശ മാത്രം വെച്ച് ഇടിലി കവളം വെച്ച് ഷഡ്ഡിക വയസ്സും ചെയ്യുന്ന ഒരു ഇൻഡിവിജ്വലിനെ? സത്യത്തിൽ കണ്ടിട്ടില്ല. ഇവിടുത്തെ ബ്യൂട്ടി സ്റ്റാൻഡേർഡ് ഉണ്ടായത് ഇവിടുത്തെ സീരിയലിൽ നിന്നും സിനിമയിൽ നിന്നൊക്കെയാണ്. പക്ഷെ നമ്മൾ മറിച്ച് ബോളിവുഡിലേക്ക് വന്ന് അവർ കുറച്ചുകൂടി ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡിലേക്ക് പോകുന്നുണ്ട്. കാരണം ഒരു കഴിഞ്ഞ 30 വർഷമായിട്ട് തന്നെ അവർ നമ്മൾ ഈ കേരളത്തിലെ ഈ ബ്യൂട്ടി സ്റ്റാൻഡേർഡ് വിട്ടിട്ട് ഈ ഇന്റർനാഷണൽ ബ്യൂട്ടി സ്റ്റാൻഡേർഡിന്റെ പുറകെ പോയി. കാരണം അവർക്ക് അത്രയും ലാർജ് ഓഡിയൻസ് ഉണ്ട്, അത്രയും ഇന്റർനാഷണൽ റീച്ച് അവർക്ക് കിട്ടുന്നുണ്ട്. അതുകൊണ്ടാണ് അവർ അതിലേക്ക് പോയത്. കാരണം അതിനുശേഷമാണ് ഈ സൽമാൻ ഖാനും ഋതിക് റോഷനൊക്കെ വന്ന് അവിടുത്തെ ഈ ബോളിവുഡിന്റെ ആ ഇതൊക്കെ അങ്ങ് മാറ്റി ഒരു നല്ലൊരു ഫിറ്റ്നസ് ഇൻഡസ്ട്രിയും കൂടി ആക്കിയത്. അത് ഹോളിവുഡിൽ പക്ഷേ ഈ ഒരു ഫിറ്റ്നസ് കൾച്ചർ പണ്ടേ ഉണ്ട്. ഇപ്പൊ നമ്മൾ ക്ലിന്റ് ഈസ്റ്റ്വുഡിന്റെ കാലം എടുത്താലും സീൻ കോൺട്രിയുടെ കാലം എടുത്താലും അങ്ങനെ നമ്മൾ ഈ കേട്ട ഈ പല ആക്ഷൻ ഹീറോസും അർണോൾഡ് ഷ്വാർസ്നെഗർ, സിൽവസ്റ്റർ സ്റ്റലോൺ, ബ്രൂസ് വിൽസ്, ടോം ക്രൂസ്, ബ്രാഡ് പിറ്റ്, അങ്ങനെ ഈ ലോകത്തെ പക്ക A-ലിസ്റ്റേഴ്സ് എല്ലാം പക്കയായിട്ട് ഫിറ്റ്നസ് ഫോളോ ചെയ്യുന്ന ആളുകളാണ്. പക്ഷെ ഹോളിവുഡ് ഇപ്പോഴും ആ ഒരു കൾച്ചറാണ് ഇപ്പോഴും ഫോളോ ചെയ്യുന്നത്. അവിടുത്തെ പക്ക A-ലിസ്റ്റേഴ്സ് ഒക്കെ ഇപ്പോഴും 90% നല്ല ഫിറ്റ്നസ് ആയിട്ടുള്ള ആളുകളാണ്. ആണുങ്ങളാണെങ്കിലും പെണ്ണുങ്ങളാണെങ്കിലും എല്ലാം നമുക്ക് ഫിറ്റ്നസിനെ ഫോക്കസ് ചെയ്യുന്ന ആളുകളാണ്. പക്ഷെ ആ ചേഞ്ച് ഇപ്പോഴും കേരളത്തിൽ പതുക്കെ വരുന്നുണ്ട്. ഇപ്പൊ നമ്മുടെ പണ്ടത്തെ ആക്ടേഴ്സിന് ഒരു 10-30 വർഷം മുമ്പുള്ള ആക്ടേഴ്സിന്റെ ഒരു ബ്യൂട്ടി സ്റ്റാൻഡേർഡ് അല്ലേ ഇപ്പോഴത്തെ യങ് ആയിട്ടുള്ള ആക്ടേഴ്സിന്റെ ബ്യൂട്ടി സ്റ്റാൻഡേർഡ്. എല്ലാവരും പതുക്കെ ലീൻ ഫിറ്റ് ആയിട്ടുള്ള ഹണ്ടർ ഗ്യാദർ ബോഡിയിലേക്ക് വരുന്നുണ്ട്. കാരണം നമ്മുടെ ഇൻഡസ്ട്രിക്ക് ഒരു പാൻ ഇന്ത്യൻ ലെവലിലേക്ക് മാറണം. അപ്പം ആ ലെവലിലേക്ക് മാറുമ്പോൾ നമ്മളും ആ ഒരു ബ്യൂട്ടി സ്റ്റാൻഡേർഡ് ഫോളോ ചെയ്തേ പറ്റത്തുള്ളൂ. നമുക്ക് ഈ പഴയ പോലെ ഈ ഇടിലിക്കവളും ഈ തടിച്ച ശരീരം പിന്നെ മീശ മാത്രം വെച്ച് അങ്ങനെ നമുക്ക് പോകാൻ പറ്റത്തില്ല. സത്യത്തിൽ അത് അൺഹെൽത്തിയുമാണ്. നല്ല ഹെൽത്തി ആയിട്ടുള്ള ബോഡി എന്ന് പറയുന്നത് ഒരു പക്ക ഹണ്ടർ ഗ്യാദർ ബോഡിയാണ്. ബിക്കോസ് നമ്മളൊരു മാസ് ലെവലിൽ എടുക്കുകയാണെങ്കിൽ ഈ മാസ് ലെവലിലുള്ള ആളുകൾ മിക്കവരും അട്രാക്ട് ചെയ്യുന്നത് ഇങ്ങനത്തെ ഹണ്ടർ ഗ്യാദർ ബോഡിയാണ്. അതുകൊണ്ടാണ് ഇത്രയും വലിയ $1 ബില്യൺ വാല്യുവേഷൻ ഉള്ള ഈ കമ്പനീസ് എല്ലാം ഇങ്ങനെയുള്ള ആളുകളെ വെച്ച് മാർക്കറ്റ് ചെയ്യുന്നത്. അവർക്ക് കഴിവില്ലാത്തതുകൊണ്ടാണ്. ഇവിടെ വന്നൊരു മീശ മാത്രം വെച്ചിട്ട് ഒരു ഇടിലിക്കവളും തടിച്ച ശരീരം വെച്ചുള്ള ഒരാളെ വെച്ച് ഒരു ഷഡ്ഡി പൈസയിൽ അഭിനയിപ്പിക്കാൻ അവർക്ക് വേണേൽ അത് പുല്ലുപോലെ പറ്റും. പക്ഷെ അവർ ചെയ്യാത്തതെന്ന് വെച്ചാൽ അവർക്കറിയാം ഇവിടുത്തെ ആളുകളുടെ ഇൻസൈഡ്നസിന്റെ അകത്ത് ഈ ഹണ്ടർ ഗ്യാദർ ആയിട്ടുള്ള ബോഡിയുള്ള ആളുകളോടാണ് അട്രാക്ഷൻ കൂടുതലെന്ന്. അപ്പം അങ്ങനെയുള്ള അവരെ വെച്ച് അവർ ഈ മാർക്കറ്റ് ചെയ്യത്തുള്ളൂ. ഞാൻ ഈ സിനിമയുടെ കാര്യം എടുത്തു പറഞ്ഞു വെച്ചാൽ നമ്മുടെ ഇവിടുത്തെ 90% ആളുകൾ സിനിമ എന്ത് ചെയ്യുന്നു അതാണ് കോപ്പി അടിക്കുന്നത്. ഇപ്പൊ സിനിമയിൽ ഇപ്പൊ ട്രെൻഡ് മാറുന്നതുകൊണ്ടാണ് ഇവിടെ ഫിറ്റ്നസിന്റെ കൾച്ചർ നന്നായിട്ട് മാറുന്നത്. കാരണം ഒരു ബുക്ക് വായിക്കുന്ന 1000 പേരെടുത്താൽ അതിൽ 2 പേരെ ബുക്ക് വായിക്കത്തുള്ളൂ. ബാക്കി 998 പേരും മൂവീസ് കാണുന്ന ആളുകളാണ്. ഈ മൂവീസ് കണ്ട് അതിനെ ഇൻസ്പയർ ചെയ്യുന്ന ആളുകളാണ്. അപ്പൊ ഈ മൂവീസിന് എത്ര പവർ ഉണ്ട്. അതുകൊണ്ടാണ്. അപ്പൊ ഈ മൂവീസിലെ ആളുകളുടെ ഫിറ്റ്നസ് ഒക്കെ മാറുവാണെങ്കിൽ അവരൊക്കെ നല്ല ഫിറ്റ്നസ് ലെവലിലേക്ക് വരുവാണെങ്കിൽ നമ്മുടെ ഇവിടുത്തെ ആളുകളും അത് അനുകരിക്കാൻ നോക്കും. എല്ലാവരും ജിമ്മിൽ പോകാൻ തുടങ്ങും, എല്ലാവരും നന്നായിട്ട് ഭക്ഷണം കഴിക്കാൻ തുടങ്ങും, എല്ലാവരും നല്ലൊരു ഹെൽത്തി ഡയറ്റ് ഫോളോ ചെയ്ത് നല്ല ഹെൽത്തി ബോഡി ബിൽഡ് ചെയ്യാൻ നോക്കും. അങ്ങനെ വരുമ്പോൾ നമ്മുടെ സൊസൈറ്റി പക്ക ഹെൽത്തി ആവും. അതുകൊണ്ട് നമ്മുടെ ഈ ഫിലിം ഇൻഡസ്ട്രിയിലെ ആളുകളൊക്കെ മെയിൻ ആയിട്ടുള്ള ആക്ടേഴ്സൊക്കെ ഈ ഫിറ്റ്നസിനെ ഫോളോ ചെയ്യുന്നത് നല്ലൊരു കാര്യം തന്നെയാണ്. അതുകൊണ്ട് നമ്മുടെ ബ്യൂട്ടി സ്റ്റാൻഡേർഡ് ഇപ്പം മാറുന്നുണ്ട്.
ബ്യൂട്ടി സ്റ്റാൻഡേർഡ് എപ്പോഴും സ്ഥിരമായിരിക്കത്തില്ല, മാറുന്നുണ്ട്. പക്ഷേ ഒരു നല്ല വഴിക്കാണ് ഇപ്പം മാറുന്നത്. അപ്പം അത്രയുള്ള കാര്യം. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.